ആ ആ മോളൊറ്റയ്ക്കേ ഉള്ളോ? അകത്തോട്ട് ചെല്ല്. അമ്മ ദാ വരുന്നു കേട്ടോ. വെള്ളം ഒഴിച്ച് വന്നിട്ട് അമ്മ വരാം. മോൾ അകത്തോട്ട് ചെല്ല്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. ഒറ്റയ്ക്കാണ് വന്നത്. ബാഗും തൂക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ. മനസ്സിനൊരു സമാധാനമില്ല. എന്ത് നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? മറ്റഭാവം കണ്ടിട്ട് എന്തോ പ്രശ്നം അവിടെ ഉണ്ടാക്കിയൊന്നുമില്ല ഉണ്ടല്ലോ. നീ വന്നപ്പോൾ മുതലേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. എന്താ പ്രശ്നം? എനിക്ക് അവിടെ തീരെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് ഞാൻ വന്നത്. നിന്റെ ഇരിപ്പും മട്ടും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് ഒട്ടും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിക്കാനൊന്നും വരത്തില്ലായിരുന്നു ഇവിടെ. എനിക്ക് വയ്യാത്തോണ്ടാണ് അവിടെ നിൽക്കാൻ. എന്റെ മോളെ, അതും ഇതും പറഞ്ഞിട്ട് നീ അവനുമായിട്ട് തല്ലു പിടിച്ചിട്ട് ഇറങ്ങിപ്പോലെയാണ് വേണ്ടത്. എങ്കിൽ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. ഇനി ഞാൻ അവിടെ നിന്ന് തല്ലുകൊണ്ട് ചാവും. ആണുങ്ങളാകുമ്പോൾ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടാവും. അത് അവൻ ഒന്നും രണ്ടും പറയാൻ നീ എന്തിനാ അതിന്റെ ഇടയ്ക്ക് കയറി പറയാൻ നിൽക്കുന്നു? അപ്പോഴവന് ദേഷ്യം വന്നിട്ട് തല്ലിയെന്നിരിക്കും. അതിന്റെ പാടായിരിക്കും നിന്റെ മുഖത്ത് ചുമന്ന് കിടക്കുന്നത്. എനിക്ക് പേടിയാണ് അവിടെ നിൽക്കാൻ. നിവൃത്തിയില്ലാത്തോണ്ട് ഇറങ്ങി വന്നത്. അവിടെ ഓരോ നിമിഷം ഞാൻ പേടിച്ചാ കഴിയുന്നു. കെട്ടിയനൊന്നും തല്ലിയെന്നും പറഞ്ഞ് കൂടും കുടുക്ക എടുത്തിട്ട് ഇങ്ങോട്ട് പോരെയാണ് ചെയ്യേണ്ടത്. നിനക്ക് അവിടെ ഒരു അമ്മയില്ലേ? അവരെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? നീ ഒന്നും ആലോചിക്കാതെ ഉടനെ ഇറങ്ങിപ്പോരെയാണ് ചെയ്യേണ്ടത്. അയാൾക്ക് അവിടെ വേറൊരു പെണ്ണുമായിട്ടും കൂടി ബന്ധമുണ്ടമ്മ. അതും കൂടി അറിഞ്ഞപ്പോ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. പിന്നെ വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധം? വെറുതെ നീരുന്ന് അവരൊന്നും ആലോചിച്ച് വിട്ടുകയാണ്. എന്നാ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനുള്ള പുറപ്പാടാണ്? ഇവിടെ നിന്നിട്ട് ആർക്ക് ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. ഉള്ള കഞ്ഞി കുടിച്ച് ഞാനിവിടെ കിടന്നോളാം അമ്മ. ഇല്ല, എന്താ നിന്റെ തീരുമാനം? നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നിന്റെ ആങ്ങളുടെ കല്യാണമേ ഉറച്ചിരിക്കുകയാണ്. ഇനി പെങ്ങൾ വന്ന് പിണങ്ങി ഇവിടെ നിൽക്കുന്നതും കൂടെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും മുടങ്ങും. നീ അവരുടെ ജീവിതം കൂടെ തുറയ്ക്കാനാണ് വന്ന് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഭക്ഷണത്തെക്കാട്ടി കൂടുതൽ മരുന്നാണ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നീ കൂടെ വന്നാൽ എങ്ങനെയാ? ചിലവ് എങ്ങനെ നോക്കും? ഇന്ത്യയും തള്ളി ആ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കുക. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിന്നെ ആയിരുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്? അമ്മയ്ക്ക് എന്റെ വിഷമം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? നീ ഇങ്ങോട്ട് നോക്കും. നിനക്ക് 35 പവൻ തികച്ചു തന്നാണ് കെട്ടിച്ചു വിട്ടത്. അതിന്റെ ബാധ്യത ഇതുവരെ തീർന്നിട്ടില്ല. എന്റെ അച്ഛനെ പ്രായം കൂടി വരെയാണ്, ആരോഗ്യമാണെങ്കിൽ കുറഞ്ഞു വരെയാണ്. അപ്പൊ നീ ചിന്തിക്കണം, ഓരോ അവസ്ഥകളും നീ ചിന്തിക്കണം. അപ്പം അതിന്റെ ഇടയ്ക്ക് നീ കൂടും കുടുക്കയും കൂടെ എടുത്ത് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാ? പിന്നെ ആണുങ്ങളാകുമ്പോൾ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ ദേഷ്യത്തിന്റെ പേര് ഒന്ന് തല്ലിയൊക്കെ ഇരിക്കും. അപ്പൊ അതിന്റെ പേര് മോൾ ഉടനെ ഇങ്ങനെ ഇറങ്ങിപ്പോരുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്ത് ഒരു മയത്തി നിൽക്കണം മോള്. അവൻ ദേഷ്യപ്പെടുമ്പോ മോള് തിരിച്ചൊന്നും പറയാതെ ഒരു മയത്തിൽ പോയി കഴിഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. ഇവിടെ തന്നെ മോൾക്ക് അറിയത്തില്ലേ അച്ഛൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്? അമ്മ അടിക്കുന്ന കണ്ടിട്ടില്ലേ? അമ്മ വഴക്ക് പറയുന്നത് കണ്ടിട്ടില്ലേ? എന്നിട്ട് അമ്മ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ എനിക്ക് ഇറങ്ങി പോകാനേ വേറെ കാണത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് കേട്ടോ. ഇനി ഞാൻ അവിടെ നിന്ന് തല്ലുകൊണ്ട് ചാവും. എനിക്ക് പേടിയാണ് അവിടെ നിൽക്കാൻ. പെണ്ണെ, നീ വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. അവര് നിന്നെ കൊല്ലാൻ പോവുകയില്ലേ? ആവശ്യമില്ലാത്ത ചിന്തകൾ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നിന്റെ അമ്മായിയാണ്. അവരെ കണ്ടിട്ട് എനിക്ക് പ്രശ്നക്കാരിയെ പോലെ എനിക്ക് തോന്നില്ല. അവര് നല്ലൊരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നീ അവരെ ആ പ്രശ്നക്കാരി എന്ന രീതിയിൽ അവരെ നോക്കുമ്പോൾ നിനക്ക് അങ്ങനെ തോന്നും, അവർ പ്രശ്നക്കാരിയാണ്, ഭയങ്കരയാണെന്നല്ല. എന്റെ മോള് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ എടുത്ത് കളയ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ അച്ഛനും അമ്മയും വെച്ച് നോക്കിയാല് അവരൊക്കെ എന്ത് പഞ്ചപാവമാണ്. അവരൊക്കെ അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്റെ ഭവാനെ, ഇവിടെ എന്നെ എന്തോരമായിട്ട് കഷ്ടപ്പെടുത്തിയിരിക്കുന്നവര്, എന്തോരം ജോലി ചെയ്യിച്ചിരിക്കുന്നു. അതിനൊക്കെ കയ്യും കണക്കും ഉണ്ട് അതിനായിട്ട് കഷ്ടപ്പെടുത്തിയത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കി അവര് നിന്നെ ഇങ്ങനെ വല്ലതും ചെയ്തിരിക്കുന്നുണ്ടോ? അവരെന്തോരം പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നറിയോ? അപ്പൊ അത്രയും കഷ്ടപ്പാടൊന്നും നിനക്കില്ലല്ലോ. അതുകൊണ്ട് എന്റെ കുഞ്ഞും കൂടെ കണ്ടില്ല കേട്ടില്ല എന്ന് വിട്ടേരാ. അതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. അമ്മ പറഞ്ഞതാ ശരി. ഒരു പ്രശ്നം വരുമ്പം ഇങ്ങോട്ട് വരാൻ പാടില്ല. നമ്മളവിടെ നിൽക്കണം സഹിച്ച്. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടുന്ന് പോവാൻ നോക്കും. അച്ഛൻ വരുന്നതിന് മുമ്പ് പോകും. കാരണം ആ മനുഷ്യൻ നീ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ, ഗുണം കൊടുക്കെടുത്ത് നീ വന്നെന്ന് അറിഞ്ഞാലേ അറ്റാക്ക് വന്ന് എന്തേലും വരും. എന്റെ ഭഗവാനെ, അന്നേരം തന്നെ കൊന്നിട്ടേ ഉള്ള അടങ്ങുമെന്നാ തോന്നുന്നു. പൊയ്ക്കോളാം അമ്മ. അമ്മ ടെൻഷനാണല്ലോ. ഞാൻ പൊയ്ക്കോ. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?
നീ എന്റെ കൂടെ സമാധാനത്തിൽ പോകാൻ നോക്ക് കേട്ടോ. ഇനി എന്തായാലും മോള് വന്നതല്ലേ, എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ശാന്തി, അവള് ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അവൾ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ ചേച്ചി അവൾ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു ചേച്ചി. എന്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ചു അവളെ പക്വത കുറവുകൊണ്ട് പറയുന്നതായിരിക്കും. അവളെ വീട്ടില് കെട്ടിയവരും അമ്മായിയും എല്ലാരും എടുത്തിട്ട് തല്ലുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞിന് മുഖത്തൊരു പാടും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനതൊന്നും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ പിന്നും തള്ളിവിട്ടു. ഞാൻ എന്തൊരു സ്ത്രീയാണ്. നീ എന്ത് പണിയാടി കാണിച്ചത്? അതിനവിടെ നിൽക്കാൻ വയ്യാത്തോണ്ട് ബൈക്കിലടി ഇറങ്ങി വന്നത്. നീ എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞ എല്ലാം നീ മനസ്സിൽ വെച്ചോണ്ടിരുന്ന് ആ കുഞ്ഞിന് എന്ത് സങ്കടം ഉണ്ടായി കാണും. മരണത്തിലേക്ക് ഇറങ്ങി കൊടുത്താൽ മഹാഭാവിയാണ്. എനിക്ക് മാപ്പ് കിട്ടത്തില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുത്തില്ല. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല, ഞാൻ വന്നതും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്റെ കുഞ്ഞ് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയത്. ഇച്ചിരി ചോറ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ചോറ് നല്ല രീതിയിൽ കഴിച്ച പോലും ഇല്ല. എന്നാലും നീ എന്ത് പണിയാ കാണിച്ചത്? നമ്മുടെ അടുത്തൊക്കെ അവൾ അങ്ങനെ കാണിക്കുമെന്നും പറഞ്ഞു. സ്വന്തം വീട്ടിൽ കാണിക്കുന്നതൊക്കെ അവൾ അവിടെ പോയി കാണിക്കുമെന്നാ നീ പറയുന്നത്? അത്രയ്ക്കും പക്വത ഇല്ലാത്തവളാണ് അവിടെ അവള്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവളടുത്ത് എന്തൊക്കെ നീ പറഞ്ഞിരിക്കുന്നത്? അപ്പം അവളുടെ ചെറുപ്രായമല്ലേ, അതിന്റെ പക്വത കുറവൊക്കെയാണെന്ന് ഞാൻ കരുതിയുള്ളൂ. വന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ എന്തേലും പറഞ്ഞ് മനസ്സമാധാനപ്പെടുത്തി വിടാന്നേ കരുതിയുള്ളൂ. അവൾക്ക് ഇത്രയും വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഇപ്പൊ ഉണ്ടാവുക. സ്വന്തം വീട്ടിൽ കാണിക്കുന്നത് തന്നെ വീട്ടിൽ കയറി ചെന്നിട്ട് കാണിക്കുകയാണ്. നീ എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നേ? അവൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അതിന്റെ സത്യാവസ്ഥ എന്തുവാണെന്ന് നീ ഒന്ന് അന്വേഷിക്കേണ്ടായിരുന്നു. അവൾ എന്തുപോലെ സങ്കടപ്പെട്ടാണ്. അവരൊക്കെ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടായിരിക്കും എന്റെ കുഞ്ഞ് ഇവിടെ വന്ന് നിന്റെ അടുത്ത് പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കെങ്കിലും ചെയ്തുകൂടായിരുന്നു. ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല, അതും ചെയ്തില്ല. നീ എന്നിട്ട് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു വിടാൻ തോന്നിയത്? അവർക്ക് അത്രയ്ക്ക് അവിടെ സഹിക്കാൻ വയ്യാത്ത പ്രശ്നമായോണ്ടായിരിക്കില്ല നിന്നോട് വന്ന് പറഞ്ഞത്. ഈ പെൺമക്കളെന്ന് വെച്ചാലേ എന്തെങ്കിലും വിഷമം വന്ന് അവരാദ്യം പറഞ്ഞ അവരമ്മമാരോടാ. അതുപോലെ വന്ന് നിന്നോട് പറഞ്ഞായിരിക്കും. അപ്പൊ നീ എന്താണ് കാണിച്ചത്? അപ്പൊ അവള് ചിന്തിച്ചാണ് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും എനിക്ക് ഇങ്ങോട്ട് വരാൻ വേറെ പറ്റില്ല. അപ്പൊ പിന്നെ അവള് ചിന്തിച്ച് എന്തെങ്കിലും ഇത് തന്നെ ആയിരിക്കും, അങ്ങനെയായിരിക്കും അവൾ എന്തെങ്കിലും ചെയ്തു. നിങ്ങളെ പോലുള്ള തള്ളന്മാരെ പെൺമക്കൾ വന്ന് പറയുമ്പോൾ മനസ്സിലാക്കാതെ അവരെ തിരിച്ചു പറഞ്ഞു വിടും. സത്യം എന്താണെന്ന് അന്വേഷിക്കത്തില്ല. അങ്ങനെയുള്ള അമ്മമാർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അവരെ മക്കൾ. ഇപ്പൊ നിനക്ക് നഷ്ടപ്പെട്ട നീ ഇനി ഇത് കരഞ്ഞിട്ട് എന്ത് കാര്യം? അവള് പോയില്ലേ? നിനക്ക് ഇത് നേരത്തെ ചിന്തിച്ച് തീരുമാനിച്ചുകൂടായിരുന്നു? ആരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു? അപ്പോഴെങ്ങനെ കള്ളന്മാരും വീട്ടിൽ എല്ലാരും ചിന്തിക്കുന്നതല്ലേ കുടുംബത്തിന്റെ അന്തസ്സ്, കെട്ടിച്ചിട്ട പ്രാരാബ്ദം, നാട്ടുകാരെന്ത് പറയും, അതൊക്കെയല്ലേ ചിന്തിക്കുന്നു. അത് ഓർത്തിട്ട് മക്കളൊന്നും എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ അതൊന്നും അന്വേഷിക്കണം. അവരെയൊക്കെ തള്ളിയാണ് കാലഗ്രഹത്തിലേക്ക് വരും. പിന്നെ അവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കരയും, ഓർത്ത് കരയും.